ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ 8ന്റെ പണി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗ സമയം വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെയായിരുന്നു. ഈ സമയമാണ് പീക്ക് ടൈം അവേഴ്സായി കണക്കാക്കിയിരുന്നത്. എന്നാൽ ഈ പീക്ക് അവേഴ്സ് ഇനി 11 മണി വരെയായി KSEB നീട്ടിക്കഴിഞ്ഞു. ഇലക്ട്രിസിറ്റി ബോർഡ് കേരളത്തിന് വെളിയിൽ നിന്നും വൈദ്യുതി വാങ്ങുന്നത് പീക്ക് ടൈം അഥവാ TOD അടിസ്ഥാനമാക്കിയാണ്. അതായത് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നോർമൽ അവേഴ്സായും വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ പീക്ക് അവേഴ്സായും രാത്രി 10 മുതൽ രാവിലെ 6 വരെ ഓഫ് പീക്ക് അവേഴ്സായും. ഇതിൽ യൂണിറ്റിന് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് പീക്ക് അവേഴ്സിലെ ഉപയോഗത്തിനാണ്. ഏറ്റവും കുറവ് റേറ്റ് വരുന്നത് ഓഫ് പീക്ക് അവേഴ്സിനും. നിലവിൽ നമ്മുടെ വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിജിറ്റൽ മീറ്ററുകളെല്ലാം തന്നെ TOD മീറ്ററിംഗ് കാൽക്കുലേഷൻ ഉള്ളതാണ്. പീക്ക് ടൈം അവേഴ്സിനെ കുറിച്ചും TOD ബില്ലിങ്ങിനെ കുറിച്ചും കൂടുതൽ അറിയുവാനായി ഇതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള TODയെ കുറിച്ചുള്ള വീഡിയോ കാണുക. പീക്ക് ടൈം അവേഴ്സിൻ്റെ ഈ സമയം നീട്ടൽ കൽക്കരി പ്ലാന്റുകൾ കുറഞ്ഞതിനാലുള്ള ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനാണെന്നാണ് KSEB പറയുന്നത്. ഇതോടെ പീക്ക് ടൈം അവേഴ്സ് കൂടുതലാവുകയും ഊർജ്ജ പ്രതിസന്ധി നീണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ യൂണിറ്റിന് 6 രൂപയ്ക്ക് ലഭിക്കുന്ന വൈദ്യുതി യൂണിറ്റിന് 18 രൂപ വരെ ആകുവാനും സാധ്യതയുണ്ട്. നിലവിൽ പീക്ക് ടൈം അവേഴ്സിലെ ഉപയോഗം കുറയ്ക്കുവാനായി ഹെവി ലോഡുകളായ മിക്സർ, അയൺ ബോക്സ്, മൈക്രോവേവ് ഓവൻ, വാട്ടർ പമ്പ് തുടങ്ങിയ ഉപകരണങ്ങൾ കഴിവതും പകൽ സമയത്ത് പ്രവർത്തിപ്പിക്കാനാണ് ഇലക്ട്രിസിറ്റി ബോർഡിന് നിർദ്ദേശമെങ്കിലും ഉപഭോക്താക്കൾക്ക് അത് ഉൾക്കൊള്ളുവാനാകില്ല. കാരണം സാധാരണ ഒരു കുടുംബത്തിലുള്ളവർ ജോലി കഴിഞ്ഞ് വീട്ടുജോലിക്കായി സമയം തുടങ്ങുന്നത് വൈകുന്നേരമാണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗവും ആ സമയത്താണ് നടക്കുന്നത്. KSEBയുടെ പീക്ക് ടൈം കാൽക്കുലേഷൻ റെസിഡൻഷ്യൽ ആപ്ലിക്കേഷന് 2-3 വർഷമായി നിലവിലുണ്ട്. ആദ്യം ഇത് 1000 യൂണിറ്റിൽ കൂടുതൽ ഉപയോഗമുള്ള ഉപഭോക്താക്കൾക്കായിരുന്നു ബാധകമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇത് ഒരു മാസം 500 യൂണിറ്റായി കുറച്ചു. അപ്പോൾ നല്ലൊരു ശതമാനം കസ്റ്റമേഴ്സിൻ്റെ ബില്ലിങ്ങും പീക്ക് ടൈം കാൽക്കുലേഷന് വന്നു. ഇനിയും ഈ താരിഫ് 500 യൂണിറ്റിൽ നിന്നും കുറയ്ക്കുന്നതിന് നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ കേരളത്തിലെ മുഴുവൻ കൺസ്യൂമേഴ്സും വലിയൊരു തുക ഇലക്ട്രിസിറ്റി ബില്ലായി അടയ്ക്കേണ്ട സാഹചര്യമായിരിക്കും വരുന്നത്.